റംസാന് ശേഷം മലപ്പുറത്തെ സ്ഥാനാർത്ഥികൾ മുഴുവൻ സമയ പ്രചാരണത്തിന്റെ തിരക്കിലേക്ക് വന്നു. പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും. കെ.ടി. സ്വാലിഹ് ഇപ്പോൾ മലപ്പുറത്തു നിന്നും കൂടുതൽ വിശേഷങ്ങളുമായി തെരഞ്ഞെടുപ്പ് രംഗത്തെ കാഴ്ചകളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സ്വാലിഹ്. ഗുഡ് മോർണിംഗ്. ഈ അവധി ദിവസങ്ങളൊന്നും പ്രചാരണത്തിന് ബാധകമല്ല. എല്ലാ സ്ഥാനാർത്ഥികളും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലായിരുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പരസ്യ പ്രചാരണത്തിന് ബാക്കി. എങ്ങനെയുണ്ട് മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ? സ്വാതി, ഇനി 12 ദിവസമാണ് പരസ്യ പ്രചരണത്തിന് മുന്നണികൾക്കുള്ളൂ, സ്ഥാനാർത്ഥികൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുക, അതിനുള്ള ഒരു ഓട്ടത്തിലാണ് മുഴുവൻ സ്ഥാനാർത്ഥികളും. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പ് കാലത്തെ പ്രചാരണം കീഴ്മേൽ മറിഞ്ഞിരുന്നു. പലർക്കും ഉച്ച കഴിഞ്ഞുള്ള വൈകുന്നേരങ്ങളിലൊന്നും പ്രചരണം നടത്താനാവാത്ത സാഹചര്യമുണ്ടായിരുന്നു. ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത സാഹചര്യം. അതോടൊപ്പം പകൽ സമയങ്ങളിലെ കനത്ത ചൂടുമെല്ലാം പ്രചരണത്തെ സാരമായി തന്നെ ബാധിച്ചിരുന്നു. കൺവെൻഷനുകളെല്ലാം ആള് കുറവുള്ള സാഹചര്യം പല മുന്നണികൾക്കും നേരിട്ടിരുന്നു. ഇതിലെല്ലാം മാറ്റമുണ്ടായിരിക്കുന്നു. നോമ്പുകാലം കഴിഞ്ഞതോടെ, പെരുന്നാൾ കഴിഞ്ഞതോടെ വലിയ ആവേശത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം. പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമം നടത്തി വരുന്നു. ഇപ്പോൾ വാഹന പര്യടനങ്ങളാണ്. 2 മണ്ഡലങ്ങളാണ് മലപ്പുറത്ത് ഉള്ളത്. ഒന്ന് മലപ്പുറവും പൊന്നാനിയും. രണ്ടിടത്തും സ്ഥാനാർത്ഥികളുടെ വാഹന പര്യടനം തുടരുകയാണ്. ഇന്ന് മലപ്പുറം LDF സ്ഥാനാർത്ഥി വി വസീഫിൻ്റെ വാഹന പര്യടനം മഞ്ചേരി മണ്ഡലത്തിലെ എടപ്പറ്റയിൽ നിന്ന് 8 മണിയോടെ ആരംഭിക്കും. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ എന്ന വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലാണുള്ളത്. പൊന്നാനി നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KS ഹംസ ഇന്ന് താനൂരിലാണ് പ്രചാരണം നടത്തുന്നത്. വാഹന പര്യടനം തന്നെയാണ് നടക്കുന്നത്. UDF സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനി പൊന്നാനിയിലും ഇന്ന് വാഹന പര്യടനം നടത്തും. BJP സ്ഥാനാർത്ഥികൾ പ്രധാനമായും അവർക്ക് സ്വാധീനമുള്ള കേന്ദ്രങ്ങൾ, ചെറിയ കോളനികളോ ക്ഷേത്ര പരിസരങ്ങളോ ഒക്കെ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടത്തി വരുന്നത്. വാഹന പര്യടനമൊന്നും ആരംഭിച്ചിട്ടില്ല. വലിയ തോതിൽ കുടുംബ സംഗമങ്ങൾ, അതോടൊപ്പം തന്നെ കൺവെൻഷനുകൾ, പഞ്ചായത്ത് തല കൺവെൻഷനുകളിലേക്കെല്ലാം കടന്നു കഴിഞ്ഞു. നേരത്തെ തന്നെ ഈ നോമ്പുകാലമായതുകൊണ്ട് പഞ്ചായത്ത് തല കൺവെൻഷനുകളൊന്നും പലയിടത്തും നടത്തിയിരുന്നില്ല. നോമ്പ് കഴിഞ്ഞാവാമെന്ന് കരുതി പല മുന്നണികളും മാറ്റിവെച്ച സാഹചര്യമുണ്ടായിരുന്നു. അതിലേക്കെല്ലാം കടന്നിരിക്കുന്നു. അതോടൊപ്പം നേതാക്കൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. പൊന്നാനിയിൽ 18-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും പ്രചാരണത്തിനെത്തുന്നുണ്ട്. അതോടൊപ്പം സുഭാഷിണി അലി, MA ബേബി തുടങ്ങി മുതിർന്ന നേതാക്കൾക്കെല്ലാം മണ്ഡലത്തിൽ പ്രചാരണങ്ങൾക്കായി അടുത്ത ദിവസങ്ങളിൽ എത്തുന്നുണ്ട്. സ്വാതി. ശരി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.